രണ്ടായി തോന്നുമെങ്കിലും ഒന്നാണ് ഈ കോൺഗ്രസും ബി ജെ പിയും എന്നുള്ളതാണ് സി പി ഐ ഉന്നയിച്ചിരിക്കുന്ന വിമർശനം. അതേസമയം രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയുന്നതാകട്ടെ, നാണം കെട്ട പാർട്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിക്കുകയും ചെയ്തത്. നോക്കൂ, ഇപ്പൊ ഡീൽ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടെങ്കിലും തിരിച്ചുള്ള ആരോപണങ്ങളുമുണ്ട്. മാധവ്, എന്തായാലും ഞങ്ങൾ ഡീൽ ആരോപണം ഉന്നയിച്ചതിന് ശേഷം തിരിച്ചുള്ള ആരോപണങ്ങൾ അവർ പറയുന്നുണ്ട്, അത് ശരിയേ. പക്ഷേ ആരോപണങ്ങളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ്. ചേട്ടൻ്റെയും അനിയൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നത് എന്താണെന്ന് മറ്റേ സിനിമ ചോദിച്ച പോലെയാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഗോപനും അതുപോലെ ഷാബു പ്രസാദും ഒരുപോലെ ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഒന്നാമത്തത് ഗോപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമാ നടനെ എന്തുകൊണ്ട് പാലക്കാട് നിർത്തിയെന്ന്. ഞങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെയാണ്. അയാൾ സിനിമാ നടനായത് അയാളുടെ കുറവല്ല, അയാളുടെ ജീവിതമാർഗ്ഗമാണ്. അതോടൊപ്പം അയാൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന കാലത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇടപെടലുകളൊക്കെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കൊണ്ട് തന്നെയാണ്. 10 വർഷക്കാലം ഗോപൻ്റെ പാർട്ടി സംസ്ഥാനം ഭരിച്ച കാലത്ത് ധൈര്യത്തോടെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. പിന്നെ ഉറപ്പ്, അത് കോൺഗ്രസിൻ്റെ ഉറപ്പാണ്. രമേശ് പിഷാരടി ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ രമേശ് പിഷാരടിക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നമാണ്. 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന് പോരാടുന്ന പാർട്ടിക്ക് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള ആത്മവിശ്വാസമുള്ളതിൻ്റെ ഉറപ്പാണ് ആ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചിഹ്നം കൊടുക്കാത്തത്. ഗണേഷും മുകേഷും അതുപോലെ ഇന്നസെൻ്റ്, മുരളി അടക്കം നിരവധി നടന്മാരെ നിങ്ങൾ നിർത്തി. അവരൊക്കെ വെറും നടന്മാരായതുകൊണ്ടാണോ, നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണോ നിങ്ങൾ നിർത്തിയത്? അപ്പോൾ നടന്മാരെ നിർത്തുന്നത് മോശപ്പെട്ട പ്രവണതയാണെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? എങ്കിൽ ആ ഗണേഷ് കുമാറിനെ താങ്കൾ LDF നിന്ന് പിൻവലിപ്പിക്കണം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന്. വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സിനിമാ നടന്മാർ മത്സരിച്ചു എന്നുള്ള രീതിയിൽ അതിനെ ചെറുതാക്കി കാണിക്കാൻ പാടില്ല. അടുത്തത്, നിങ്ങൾ പറയുന്നത് പാലക്കാട് അത്ര ശക്തമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാറുണ്ടെന്ന്. പാലക്കാട് നിങ്ങൾ ശക്തമല്ല എന്നുള്ളത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മനസ്സിലാകും. എങ്കിൽ പോലും ഏറ്റവും ശക്തമല്ലാത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് BJPയിൽ പോയി, എന്നിട്ട് അവിടെ ഇടം കിട്ടാതെ നിങ്ങളുടെ പാർട്ടിയിൽ വന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ പാർട്ടി ചിഹ്നം കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മത്സരിച്ചത് പിരായിരി എണ്ണിയപ്പോൾ തോറ്റെന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ പോലും പാർട്ടി ചിഹ്നം കൊടുത്ത നിങ്ങൾ ഇനി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിൽ മരപ്പെട്ടി ഈനാമ്പേജി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ലോക്സഭാ കാലത്ത് നിരന്തരം കരഞ്ഞ നിങ്ങൾ ഇപ്പോൾ പാർട്ടി ചിഹ്നം കൊടുക്കാതെ ബിരിയാണിയുടെ പേരും പറഞ്ഞിറങ്ങുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് ഡീലാണെന്ന് ഞങ്ങൾ പറയണം. ഇനി അടുത്തത്, മൈനോറിറ്റി വോട്ട് കിട്ടിയത് കൊണ്ടാണ്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചതെന്നാണ് താങ്കളുടെ നിരീക്ഷണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ നടന്ന ഇലക്ഷൻ അല്ലല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസിന്റെയും UDFിന്റെ നേതൃത്വത്തിൽ വലിയ തേരോട്ടം ഉണ്ടായില്ലേ, വലിയ ഞങ്ങൾക്ക് അനുകൂല തരംഗം ഉണ്ടായില്ലേ? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനല്ല, പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടന്നതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ നുസൂർ പറഞ്ഞൊരു കാര്യം എന്താ, അവിടെ രമേശ് പിഷാരടി നിൽക്കണം, BJP ജയിച്ചാൽ മാത്രമേ ഒരു MP തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അവിടെ പാർട്ടി വളരെ ആക്റ്റീവായ ഒരു പാർട്ടി മുഖത്തെ നിർത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ MLAക്ക്, ഇപ്പം നിങ്ങളുടെ MLA അല്ലെന്ന് നിങ്ങൾ പറയുമെങ്കിലും എണ്ണം കൂട്ടുമ്പോൾ നിങ്ങൾ പാലക്കാട് കൂട്ടുന്നുണ്ടല്ലോ, നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണല്ലോ. അപ്പോൾ അങ്ങനെ MLAക്ക് നേരിടേണ്ടി വരുന്ന ഈ ഒരു ജനരോഷത്തെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി സഹൃദയമായ ഒരു ഫേസിനെ അവതരിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് ഇത് രണ്ടും നിങ്ങൾക്കെതിരായ ആരോപണമാണ്. അല്ല, ഞാൻ പറയട്ടെ മാധു, പാർട്ടി വിട്ടുപോകുന്ന ആളുകൾ, സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് വിട്ടുപോകുന്ന ആളുകൾ, തലേ ദിവസം വരെ ഈ പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവരുടെ ജനാധിപത്യ ബോധമല്ലല്ലോ അത്, അടിമത്തം എന്ന് പറയുന്നത്. അപ്പോൾ അടിമ സമാനമായ ബോധത്തോടെ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ വിട്ടുപോകുന്നതിന് ശേഷം പറയുന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. ഗോവിന്ദൻ പറഞ്ഞതും കുഞ്ഞികൃഷ്ണൻ മാഷ് പറഞ്ഞതും ഒക്കെ നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പാർട്ടി വിട്ടുപോരുന്നതിന് മുമ്പ് കുഞ്ഞികൃഷ്ണനെ അവർ പുറത്താക്കിയല്ലേ ചെയ്തേ, TK ഗോവിന്ദനെ അവർ പുറത്താക്കിയല്ലേ ചെയ്തേ. ഞങ്ങൾ ഈ പറഞ്ഞ നുസൂർ എന്താ ചെയ്തത്? സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോഴാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ, നുസൂറിന്റെ വിഷയമല്ല അല്ലാതെ CPM-കാരെടുത്ത് താലോലിക്കുന്നു പറഞ്ഞിട്ട് ആരും ഇത്രയും വലിയ ആരോപണം ഒന്നും ഉന്നയിക്കില്ലല്ലോ. അല്ല, ഞാൻ പറയാം മാധു, അതിലേക്ക് വന്നാൽ എൻ്റെ ബാക്കി 2 കാര്യം പറയാൻ പറ്റും. ഒന്ന്, കോൺഗ്രസിന് ഈ UPA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു ഗോവന്റെ പാർട്ടി എന്ന് പറഞ്ഞു. ശരി, നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാ പിന്തുണ പിൻവലിച്ചത്? ആണവ കരാറിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചു. അപ്പോൾ കോൺഗ്രസ് പരാജയപ്പെടൂലേ? കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ആരായിരിക്കും അപ്പോൾ ജയിക്കുക? അപ്പോൾ BJP അല്ല ജയിക്കുക. അപ്പോൾ ഇടവഴിയിൽ വെച്ച് കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങൾ ഇട്ടിട്ട് പോയപ്പോൾ BJP വരാതിരിക്കാനല്ലല്ലോ നിങ്ങൾ ആ പിന്തുണ പിൻവലിച്ചു പോയത്. എന്നിട്ട് അന്ന് ആണവ കരാർ ഒപ്പിട്ടതിന്റെ പേരിൽ കിട്ടിയ കറണ്ടും വാങ്ങിയിട്ട് ഇപ്പോൾ പറയുകയാണ് ഇവിടെ പവർ കട്ടില്ല എന്ന് പറയുന്ന തരം ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ആ രാഷ്ട്രീയം അവിടെ വെച്ചാൽ 80-ൽ 2 സീറ്റുണ്ടായ BJP എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് നോക്കിയാൽ അതിൽ CPM-ന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളൊരു ചരിത്രമാണ്. ഇനി BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നുസൂറിൻ്റെ
തൃശ്ശൂരിൻ്റെ കാര്യത്തിലേക്ക് വരാൻ മാധു, അല്ലെങ്കിൽ വിട്ടുപോകും. കോമഡി നടൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ള സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ MP ആണ്. സിനിമാ നടൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേബൽ. അദ്ദേഹം അതിനു മുമ്പ് പലവട്ടം അവിടെ മത്സരിച്ചിട്ടുണ്ട്, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ. സിനിമാ നടൻ എന്നുള്ള ലേബലിലാണല്ലോ മത്സരിച്ചത്, അല്ലാതെ BJPക്ക് വേണ്ടിയിട്ട് ബാരിക്കേഡ് മറിക്കാനുള്ള സമരത്തിന് ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുമല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് കോമഡി നടൻ എന്നുള്ളത് ഒരു മോശപ്പെട്ട പദപ്രയോഗമാണെങ്കിൽ ഞാൻ താങ്കളോട് പറയുന്നു, ആക്ഷൻ ഹീറോയിൽ നിന്ന് കോമഡി നടനായിട്ട് ചുരുങ്ങപ്പെട്ടത് സുരേഷ് ഗോപിയാണ് MP ആയതിനു ശേഷം. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുണ്ട്. ഇനി താങ്കൾ പറഞ്ഞ ശിഖണ്ഡി എന്നുള്ള വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരു മര്യാദയുള്ള വാക്കായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ താങ്കൾ ഉറച്ചുറച്ച് അത് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, 2018 മാത്രം BJPയിൽ അംഗത്വം എടുത്ത 8 വർഷക്കാലത്തെ മാത്രം BJPയിൽ സംഘടനാ പ്രവർത്തന പരിചയമുള്ള, സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും അറിയാൻ പാടില്ല, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്നതാണ് നിങ്ങളുടെ പാർട്ടി. ആ പാർട്ടി സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്തവരെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ഏറ്റുമാനൂർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. പെരുമ്പാവൂർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. കേരളമെമ്പാടും വലിയ പോരാട്ടം നടക്കുമ്പോൾ ശബരിമല കൊള്ളക്കാരെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ നിങ്ങൾ പോരാട്ടം നടത്തുന്ന കാലത്ത് നിങ്ങൾ പറയുന്നത് ചക്കയുമായിട്ട് 13 പേരെ ഇറക്കിയിട്ടുണ്ടെന്നാണ്. ഇതിൽ പകുതി പേർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. ഇതുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ പെട്ടെന്ന് കണ്ടെത്തിയ ആൾക്ക് ഇല്ലാത്തായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ നിർത്തിയിട്ട് പറയുക നിങ്ങൾ സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്തവരെ നിർത്തിയെന്ന്. എസ് ജയശങ്കർ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയാണല്ലോ, സ്ഥിരം രാഷ്ട്രീയക്കാരനായിരുന്നോ? അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിരുന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ പരിശോധിച്ച ഒരുപാട് പേരുടെ കാര്യം പറയാനുണ്ട്, അങ്ങനെ പരിശോധിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സിനിമാ നടന്മാർ അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സീരിയൽ നടന്മാർ അല്ലെങ്കിൽ പത്രപ്രവർത്തകരൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിനോട് BJPക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സീരിയൽ നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ പിന്നെ എന്തിനാണ് BJPയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നത്? അവർക്കൊക്കെ നാണാവില്ലേ മത്സരിക്കാൻ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നതെങ്കിൽ അപ്പോൾ ഷാബു പ്രസാദിന്റെയും ഗോപന്റെയും ഈ ചർച്ചയിലെ തന്നെ രണ്ട് പക്ഷത്തിന്റെയും സംസാരം കേട്ടാൽ അറിയാം, നിങ്ങൾ കോൺഗ്രസിനെതിരെ പറയുന്നത് ഒരേ വാചകങ്ങൾ ഒരേ ശബ്ദത്തിലാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലാണ് ഡീലുള്ളത്. ബന്ധപ്പെട്ട് ഈ കറണ്ട് വാങ്ങി എന്ന് പറയുന്ന പരാമർശം, അങ്ങനെ ഒരു കരാർ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, അത് പിന്നീട് ഉണ്ടായിട്ടുമില്ല എന്നുള്ളത് അങ്ങ് ശ്രദ്ധിക്കുമല്ലോ. ഞാൻ വിചാരിക്കുന്നു അങ്ങേക്ക് അതിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ പിന്നീട് പറയുകയുമാകാം. Debate with Madhu Saji.